എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം. നിങ്ങൾക്കൊപ്പം ഞാൻ RJ തോമസ് ലൂയിസ് ബ്ലസൻ. ഇപ്പോൾ റേഡിയോ എസ് ബിയിൽ ക്രിസ് വൈബ്സ്, എസ് ബിയിലെ ഗുരുക്കന്മാർ പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് ചിന്തകൾ. ഇന്നത്തെ ക്രിസ് വൈബിൽ നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ സയൻസ് അധ്യാപികയായ മേഴ്സി സിസ്റ്റർ ആണ്. സിസ്റ്ററിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം, ജീവിതത്തെ ക്രമപ്പെടുത്താം. റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം. പ്രിയ കുട്ടികളെ, ക്രിസ്മസ് ഏവർക്കും പുതിയ പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ സുദിനമാണ്. ക്രിസ്മസിന്റെ വരവറിയിച്ച് നക്ഷത്ര വിളക്കുകളും ലൈറ്റുകളും കൊണ്ട് വീടുകളും വഴിയോരങ്ങളും പ്രകാശമാനമായി കഴിഞ്ഞു. ക്രിസ്മസിന് ഇനി വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഏവരും ക്രിസ്മസിന്റെ അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയവും ക്രിസ്മസിന്റെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ? അതേ കുട്ടികളെ, എല്ലാം കൊണ്ടും മനസ്സിന് കുളിർമ നൽകുന്ന ഒരുക്കത്തിന്റെ ഒരു നല്ല കാലഘട്ടം. ലോകത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് ലോകത്തിന്റെ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സുദിനം. അതെ, അതാണ് ക്രിസ്മസ്. ദൈവമായ അവിടുന്ന് മനുഷ്യരായ നമ്മുടെ കുറവുകളിലേക്ക് അവതരിച്ച ദിനം. നിന്റെ കൂടെ ഞാനില്ലേ എന്ന് നമ്മോട് മന്ത്രിക്കുന്ന ദിനം. ദൈവമായ ഉണ്ണീശോ ജനിച്ചത് ഒരു കാലിക്കൂട്ടിൽ. ഈശോയുടെ അരികിലേക്ക് ആദ്യം ഓടിയണഞ്ഞത് ഒരു കൂട്ടം പാവപ്പെട്ട ആട്ടിടയർ. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ നാം ഉണ്ണീശോയോട് പറഞ്ഞാൽ അത് ഈശോയ്ക്ക് മനസ്സിലാകും. അവിടുന്ന് നമ്മെ സഹായിക്കും. കാരണം അവൻ കുറവുകളുടെ ഇടയിലാണ് ജനിച്ചു വീണത്. എന്തിനാണ് ഈശോ ഈ കാലിത്തൊഴുത്തിൽ പിറന്നത്? വലിയ കൊട്ടാരങ്ങളിൽ ജനിക്കേണ്ടവനായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എനിക്ക് നൽകിയ ഉത്തരം, നമ്മുടെ കുറവുകളെ അറിഞ്ഞ് നമ്മെ അതിൽ നിന്നും ഉയർത്താനാണ് ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയ്ക്ക് പിറക്കാൻ നമുക്കും ഒരു ഹൃദയം വിട്ടുകൊടുക്കണ്ടേ? 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറക്കുന്നില്ലെങ്കിൽ എന്റെ ക്രിസ്മസ് വ്യർത്ഥമാവുകയില്ലേ? നമുക്കും ഉണ്ണീശോയ്ക്ക് നല്ല ഒരു ഹൃദയം ഒരുക്കാം. ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്രിസ് വൈബ്സ് എവിടെ അവസാനിക്കുന്നു? പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. RJ തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം.